ഷർദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജോൾസൺ എങ്ങനെ ജീവനും കൊണ്ട് ഓടുവാണ് കേട്ടോ. ഈ സമയം ഭാമ പറഞ്ഞേ, ഇയാളെപ്പോൾ ഒരു വിവരദോഷി വിളിച്ച് എന്നെ പറഞ്ഞാൽ മതിയല്ലോ. അങ്ങനെ പറഞ്ഞ് ഭാമ അവിടെ നിന്ന് പോകുക. ഈ സമയം വിഷ്ണു പുറത്തേക്ക് പോകുവാണ് കേട്ടോ. അത് കാണുമ്പോൾ രാഘവൻ പറയണേ, അയ്യടാ അവൻ്റെ ഒരു ശാന്തി മുഹൂർത്തം. ഈ സമയം വിഷ്ണു ഓടിയ ജോൾസിൻ്റെ ദിക്കിലേക്ക് ചെല്ലുവാണ്. അന്നേരം ജോൾസനാണെങ്കിൽ വിഷ്ണു തല്ലാൻ വരുവാണോ എന്ന് വിചാരിച്ച് പേടിച്ച് നിൽക്കുവാണ് കേട്ടോ. അയ്യോ കുഞ്ഞെ, എനിക്ക് പോകണം. പോവല്ലേ, നിൽക്കുന്നേ. ഇതേ സമയം ശ്യാമ മുകളിൽ നിന്ന് ഇവരുടെ ഈ സംസാരമൊക്കെ കാണുന്നുണ്ടാകുമേ. അന്നേരം വിഷ്ണു പറയണേ, പോവല്ലേ, ജോൾസൻ എൻ്റെ മുത്തല്ലേ. അപ്പം കുഞ്ഞിനെ തല്ലാനോ ദേഷ്യപ്പെടാനോ ഒന്നും വന്നതല്ലേ. എന്തിനാ ഞാൻ അങ്ങനെ ചെയ്യുന്നത്? എനിക്ക് വേണ്ടി ജോൾസനോട് നല്ല കാര്യമല്ലേ ചെയ്തത്. അതിന് എൻ്റെ വക ഒരു സമ്മാനമുണ്ട്. അങ്ങനെ പറഞ്ഞ് വിഷ്ണു പോക്കറ്റിൽ നിന്ന് കുറച്ച് പൈസ എടുത്ത് ജോൾസന് നേരെ നീട്ടുക. അയ്യോ, എനിക്കിത് വേണ്ട മോനെ. ഇല്ല, ഇത് വാങ്ങണം എൻ്റെ സന്തോഷത്തിന്. ഇത് വാങ്ങിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് തല്ലി കിട്ടാൻ പോകുന്നത്. അങ്ങനെ ജോൾസനത് വാങ്ങുക. എന്നിട്ട് ആലോചിക്കണേ, ഇതെന്ത് പറ്റി? കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ശാന്തി മുഹൂർത്തം നടക്കണമെന്ന് എല്ലാവർക്കും. ഇതെന്താ ഇവിടെ നേരെ തിരിച്ചാണല്ലോ. എന്നാൽ ശരി, ജോത്സ്യൻ വിട്ടോ. ശരി കുഞ്ഞെ. അങ്ങനെ പറഞ്ഞ് ജോത്സ്യൻ പൈസയുമായിട്ട് അവിടെ നിന്നും പോകുവാണ്. അങ്ങനെ ഇതൊക്കെ കാണുമ്പോൾ ശ്യാമക്ക് വല്ലാത്തൊരു സംശയം തോന്നുവാണ് കേട്ടോ. ശ്യാമ ഉടനെ തന്നെ ശാലിനിയെ ഫോണിൽ വിളിക്കുക. കുഞ്ഞേച്ചി, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് വിളിച്ചത്. കുഞ്ഞേച്ചി പറഞ്ഞ സമയം മുതൽ ഞാൻ വിഷ്ണുവേട്ടനെയും കാർത്തികയും ശ്രദ്ധിക്കാനായിട്ട് തുടങ്ങിയതാ. അപ്പോൾ കുഞ്ഞേച്ചിയുടെ സംശയം ശരിയാണെന്ന് എനിക്കും തോന്നി. ഞാനിവിടെ നടന്ന കാര്യങ്ങളൊക്കെ പറയാം. അത് കേട്ടിട്ട് കുഞ്ഞിച്ച് തന്നെ തീരുമാനിക്കുക, ഇതൊക്കെ എൻ്റെ സംശയങ്ങളാണോ അല്ലെങ്കിൽ ശരിയായിട്ട് തന്നെയാണോ വരുന്നതെന്ന്. അങ്ങനെ ശ്യാമ അവിടെ നടന്ന ഓരോ സംഭവങ്ങളും പറയുവാണ്. താലി ഊരിവെച്ച കാര്യവും പിന്നെ അവർ സംസാരിച്ച കാര്യങ്ങളും. അതിനുശേഷം ജോത്സ്യൻ ശാന്തി മുഹൂർത്തത്തിനുള്ള ദിവസം കുറിക്കാമെന്നതും ഈ മാസം തന്നെ അതിനുള്ള സമയമില്ലെന്ന് പറഞ്ഞ് അയാൾ ഓടിപ്പോയതും പിന്നീട് വിഷ്ണു അയാൾക്ക് അതിൻ്റെ സന്തോഷത്തിൽ പൈസ കൊടുത്ത കാര്യങ്ങളും, അങ്ങനെ എല്ലാ കാര്യങ്ങളും ശ്യാമ ശാലിനിയോട് പറയുവാണ് കേട്ടോ. അതുമാത്രമല്ല കുഞ്ഞേച്ചി, അവർ തമ്മിൽ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള അടുപ്പോ സംസാരമോ ഒന്നുമില്ല. എല്ലാവർക്കും മുമ്പിൽ വെച്ച് അങ്ങനെയൊക്കെ അവർ കാണിക്കുന്നൊക്കെയുണ്ട്. എന്നാൽ അവർ രണ്ടുപേരും മാത്രം തനിച്ചാവുമ്പോൾ അവർ തികച്ചും അപരിചിതരെ പോലെ സംസാരിക്കുകയും പെരുമാറുകയൊക്കെ ചെയ്യുന്നത്. കുഞ്ഞേച്ചി പറഞ്ഞപ്പോൾ തൊട്ട് എൻ്റെ കണ്ണ് അവരുടെ മേലായിരുന്നു. അങ്ങനെ എനിക്കും ഈ സംശയം തോന്നിയത്. അന്നേരം ശാലിനി പറഞ്ഞേ, അങ്ങനെയാണെങ്കിൽ നമ്മുടെ സംശയം ശരിയാകാനാണ് സാധ്യത. എന്നാലും അത് നമുക്ക് പൂർണ്ണമായിട്ട് ഉറപ്പിക്കാൻ പറ്റില്ല. അതിന് തെളിവുകൾ വേണം. അത് നമ്മൾ കണ്ടെത്തിയേ പറ്റൂ. വിഷ്ണുവേട്ടനെ എന്നിൽ നിന്ന് തട്ടിയെടുക്കാൻ കുറേ പേര് ശ്രമിച്ചിട്ടുണ്ട്. അതിൽ ജയിച്ചത് ഇവൾ മാത്രമാണ്. അങ്ങനെ ഇവൾ ജയിച്ചത് ചതിയിലൂടെയാണെങ്കിൽ അതെനിക്ക് കണ്ടുപിടിക്കണം. അവൾ കാരണം ഞാൻ കരഞ്ഞതിന് അവളെ കൊണ്ട് ഞാൻ കണക്ക് പറയിപ്പിക്കും. ശ്യാമേ, എപ്പോഴും നിൻ്റെ ഒരു കണ്ണ് അവളുടെ മേലുണ്ടാവണം. അന്നേരം ശ്യാമ പറയണേ, എൻ്റെ ഒരു കണ്ണല്ല, രണ്ട് കണ്ണും ഇനി ഫുൾ ടൈം അവളുടെ മേലെ തന്നെയായിരിക്കും കുഞ്ഞേച്ചി. ശരി, അവിടെ എന്ത് നടന്നാലും നീ അപ്പം തന്നെ എന്നെ വിളിച്ച് പറയണം. ശരി കുഞ്ഞേച്ചി. അങ്ങനെ പറഞ്ഞ് ഫോൺ കട്ടാക്കുവാണ്. പിന്നീട് രാഘവൻ വിഷ്ണുവിനെ വിളിക്കുവാണ്. വിഷ്ണു, നീ അറിഞ്ഞോ കേരളത്തിൽ പുതിയതായിട്ട് തുടങ്ങാൻ പോകുന്ന ഒരു പരമ്പരയെക്കുറിച്ച്? അതിൽ അച്ഛൻ്റെ സ്നേഹത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു മോളുടെ കഥയാണ്. നീ കാണുന്നത് നല്ലതായിരിക്കും. ഇവിടെ നീ അച്ഛൻ്റെ മനസ്സ് പോലും മനസ്സിലാക്കാതെ തന്നിഷ്ടത്തിന് ഓരോന്നൊക്കെ ചെയ്തു കൂട്ടുമല്ലേ. ഈ സമയം വിഷ്ണു മനസ്സിൽ പറയുന്നുണ്ട്, അച്ഛ, ഞാനീ ചെയ്തതെല്ലാം എന്തിനു വേണ്ടിയെന്ന് അച്ഛൻ തിരിച്ചറിയുമ്പോൾ അച്ഛൻ ഈ പറഞ്ഞതെല്ലാം മാറ്റിപ്പറയും എന്നൊക്കെ മനസ്സിലിങ്ങനെ പറയുക. എന്നിട്ട് വിഷ്ണു പറഞ്ഞേ, അതിനെന്താ അച്ഛാ, നോക്കി കാണാമല്ലോ. പിന്നീട് കാണിക്കുന്നത് മധുശ്രീനെയാണ് കേട്ടോ. മധുശ്രീ അറിയുക, കാർത്തികയ്ക്ക് എൻ്റെ മേലെ അത്ര പേടിയില്ല. അവൾ അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ഇടയ്ക്ക് വിളിച്ച് ഓരോ ഡോസ് കൊടുക്കണം. അങ്ങനെ പറഞ്ഞ് മധുശ്രീ അപ്പം തന്നെ കാർത്തികയെ ഫോണിൽ വിളിക്കുവാണ്. അങ്ങനെ മധുശ്രീയുടെ കോള് കാണുമ്പോൾ തന്നെ കാർത്തിക് വല്ലാണ്ട് ദേഷ്യം വരിക. കാർത്തിക കോളിറ്റിൻ്റെ ഇത് ഹലോ എന്ന് പറയുവാണ് കേട്ടോ. അന്നേരം മധുശ്രീ ചോദിക്കണേ, എന്താടി നിൻ്റെ സംസാരത്തിന് ഇത്ര മൂർച്ച? അത് പിന്നെ എനിക്ക് തൊണ്ടവേദനയാണ്. ഓ, നിനക്ക് തൊണ്ടവേദനയാണോ? നിൻ്റെ തൊണ്ടവേദനയൊക്കെ ഞാൻ മാറ്റിത്തരാം. അല്ല, അവിടെ ഇന്നലത്തെ കാര്യങ്ങളൊക്കെ എന്തായി? ഈ സമയം ശ്യാമ അതുവഴി പോകുമ്പോൾ കാർത്തികയുടെ ഈ ഇടയ്ക്ക് പിടിച്ചുള്ള സംസാരം കണ്ട് അവിടെ വാതിലിൻ്റെ ഇടെ മറഞ്ഞു നിന്ന് ശ്രദ്ധിക്കാൻ ശ്രമിക്കുവാണ്. എന്നാൽ ശ്യാമക്കൊന്നും കേൾക്കാനൊന്നും പറ്റുന്നില്ല കേട്ടോ. ഈ സമയം കാർത്തിക ഇന്നലെ നടന്ന കാര്യങ്ങളൊക്കെ പറയുക. അതൊക്കെ കേട്ടിട്ട് മധുശ്രീ പറയണേ, നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് അങ്ങോട്ട് തൃപ്തിയാവുന്നില്ല. എന്തോ ഒരു ഫീൽ വരാത്ത പോലെ. ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത് എന്ന് കാർത്തിക ചോദിക്കുക. അന്നേരം മധുശ്രീ പറയണേ, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ നിനക്ക് 15 മിനിറ്റ് സമയം തരാം. അതിനുള്ളിൽ നീ ക്യൂർ റോഡിലേക്ക് വാ. 15 മിനിറ്റ് കഴിഞ്ഞ് 1 മിനിറ്റ് എങ്ങാനും കൂടിയാ ഉടനെ തന്നെ വണ്ടി തിരിച്ച് ഞാൻ അങ്ങോട്ടേക്കെത്തും. സത്യങ്ങളെല്ലാം തുറന്നു പറയുകയും ചെയ്യും. അയ്യോ മധുശ്രീ, എനിക്ക് കിയൂർ റോഡ് എവിടെയാണെന്ന് പോലും അറിയില്ല. അന്നേരം മധുശ്രീ പറയണേ, അതൊന്നും എനിക്കറിയേണ്ട കാര്യമില്ല. ആദ്യം ഞാൻ നിനക്ക് 20 മിനിറ്റാണ് തന്നത്. പക്ഷേ നിനക്ക് എൻ്റെ മേലെ ഒരു പേടിയോ ഭയോ ഒന്നുമില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ 5 മിനിറ്റ് കുറച്ച് 15 മിനിറ്റ് ആക്കിയത്. നിൻ്റെ പെരുമാറ്റം എങ്ങനെയാണെന്ന് നോക്കിയിരിക്കും ഇതുപോലെ നിനക്ക് ഓരോ പണി തരുന്നത്. ഞാൻ സ്വിച്ച് അമർത്തുമ്പോൾ ചലിക്കുന്ന ഒരു പാവയായിട്ട് വേണം നീ അവിടെ നിൽക്കാനായിട്ട്. അതുകൊണ്ട് നീ 15 മിനിറ്റ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് വാ. ബാക്കി കാര്യങ്ങൾ നേരിട്ട് കാണുമ്പോൾ പറയാം. അങ്ങനെ പറഞ്ഞ് മധുശ്രീ കോള് കേട്ടാക്കുവാണ് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് പോകാനായിട്ട്
കാർത്തിക് റെഡിയായി വരുമായിരിക്കും. അന്നേരം അവിടെ നിൽക്കുന്ന ഡ്രൈവറോട് കാർത്തിക് ചെന്ന് കിയോ റോഡിലേക്ക് പോകാനുള്ള വഴിയൊക്കെ ചോദിച്ച് മനസ്സിലാക്കുന്നൊക്കെയുണ്ട്. ഈ സമയം ഈ കാഴ്ച കാണുന്ന ശ്യാമ കാർത്തിക് അവിടെ നിന്ന് പോയതിന് ശേഷം ആ ഡ്രൈവറിൻ്റെ അരികിലെത്തുക. അവൾ എന്താ ചേട്ടനോട് ചോദിച്ചത്? അത് പിന്നെ കിയോ റോഡ് എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ വണ്ടിയിൽ കൊണ്ടാക്കി തരാമെന്ന്. അപ്പോൾ അത് വേണ്ട, ആ കുട്ടിയൊക്കെ പോയിക്കോളാമെന്ന് പറഞ്ഞു. ഞാനങ്ങനെ വഴി പറഞ്ഞു കൊടുത്തു. ഓ ശരി ചേട്ടാ. അങ്ങനെ ശ്യാമ ഫോൺ എടുത്ത് അപ്പം തന്നെ ഈ വിവരം ശാലിനി അറിയിക്കുവാണ്. കുഞ്ഞേച്ചി, ഇവിടെ ഒരു സംഭവം നടന്നു. ആ കാർത്തിക ഫോണിൽ ആരോട് അടക്കി പിടിച്ച് സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവൾ എന്താ പറഞ്ഞെന്ന് കേട്ടോ? അതൊന്നും കേട്ടില്ല കുഞ്ഞേച്ചി. ഞാൻ കുറച്ച് ദൂരെയായിരുന്നു. പിന്നെ അടുത്തായിരുന്നാലും കേൾക്കാൻ പറ്റില്ല, അത്ര കടക്കിയായിരുന്നു അവരുടെ സംസാരം. പിന്നെ അവൾ ആ ഫോണിൽ വിളിച്ചാളെ വല്ലാതെ ഭയന്നിരുന്നു. ചുറ്റുപാടും ആരെങ്കിലുമൊക്കെ ഉണ്ടോ, ആരെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നോക്കിയായിരുന്നു അവൾ സംസാരിച്ചിരുന്നത്. ഫോണിൽ സംസാരിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ അവൾ പുറത്തേക്ക് എങ്ങോട്ടോ പോയി. ഇവിടുത്തെ ഡ്രൈവറോട് കിയോ റോഡ് എവിടെയാണെന്ന് ചോദിച്ചിട്ടൊക്കെയാണ് പോയത്. അയാൾ കാറിലാക്കി കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ അവൾ വേണ്ടാന്ന് പറഞ്ഞു. അവളവിടെ ഒറ്റയ്ക്ക് തന്നെ പോകണമെന്നുണ്ടെങ്കിൽ എന്തൊരു കള്ളത്തരമില്ലേ. അവളുടെ പിന്നാലെ ഇപ്പോൾ പോയി കഴിഞ്ഞാൽ എന്താ സംഭവം, അവൾ ആരെയെ കാണാൻ പോകുന്നത് എന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അന്നേരം ശാലിനി ചോദിക്കണേ, കിഴൂർ റോഡെന്നല്ലേ പറഞ്ഞത്? അതെ കുഞ്ഞേച്ചി. ശരി, ഞാൻ നോക്കിക്കോളാം. പിന്നീട് കാണിക്കുന്നത് ഓട്ടോയിൽ പോയിക്കൊണ്ടിരിക്കുന്ന കാർത്തികയാണ് കേട്ടോ. കാർത്തിക ആ ഡ്രൈവറോട് പറയണേ, ചേട്ടാ ഒന്ന് വേഗം, ഇപ്പം തന്നെ 10 മിനിറ്റ് കഴിഞ്ഞു. എൻ്റെ കൊച്ചെ, ഞാൻ സ്പീഡിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതേ സമയം ശാലിനിയും കാറിൽ കിഴൂർ റോട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ആ സ്ഥലത്തെത്തുമ്പോൾ കാർത്തിക വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. അന്നേരം അയാൾ പൈസ തരാൻ പറയുക. ആ സമയം കാർത്തിക് പറയണേ, ചേട്ടാ ഞാൻ ഇപ്പം തന്നെ തിരിച്ചു വരും, അതുവരെ ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യും. അതൊന്നും പറ്റില്ല എൻ്റെ ചേട്ടാ, വെയിറ്റിംഗ് ചാർജ് ഞാൻ തരാം. ആ എന്നാൽ ഓക്കെ, ഇനി സമയമാകുമ്പോൾ കൈമെടുത്തരുത്. ഇല്ല ചേട്ടാ, ഞാൻ തന്നോളാം. അങ്ങനെ കാർത്തിക് അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും. ഈ സമയം കേട്ടോ മധുശ്രീ കാറിൽ അവിടെ എത്തുന്നത്. അങ്ങനെ മധുശ്രീ കാർത്തികയെ കുട്ടി കുറച്ചങ്ങോട്ട് മാറി നിൽക്കുക. എന്നിട്ട് വാച്ചി നോക്കിയിട്ട് പറയണേ, കൊള്ളാം, ഗുഡ് ഗേൾ, 14 മിനിറ്റിലെത്തി. മിടുക്കി. അപ്പോൾ എന്നെ പേടിയൊക്കെ ഉണ്ട് അല്ലേ? എന്തിനാ മധുശ്രീ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഞാൻ നിന്നെ ചുമ്മാ ഒന്ന് കാണണമെന്ന് പറഞ്ഞതാ. മധുശ്രീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത്? ഞാൻ എൻ്റെ ജീവനും കൈ പിടിച്ച 15 മിനിറ്റിലെത്താൻ ഓടി ഇങ്ങോട്ടേക്ക് വന്നത്. വെരി ഗുഡ്. ആ ഭയവും പേടിയൊക്കെ നിനക്ക് എന്നും വേണം. അതിൻ്റെ ഒരു കുറവ് നിനക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനൊരു ചെറിയ മരുന്ന് തരാമെന്ന് കരുതി അതിനാ ഞാൻ ഇങ്ങോട്ടേക്ക് വിളിപ്പിച്ചതും. ഇപ്പം നീ എന്താ ചിന്തിക്കുന്നതെന്ന് പറയട്ടെ? നീ എന്തിനാ എന്നെ ഇങ്ങനെ ഭയക്കേണ്ടേ, പേടിക്കേണ്ട ആവശ്യം എന്നല്ലേ? അന്നേരം കാർത്തിക് പറഞ്ഞേ, സത്യം പറയാലോ, അങ്ങനെ തന്നെയാണ് ഞാൻ ചിന്തിച്ചത്. അന്നേരം മധുശ്രീ കാർത്തികയുടെ തോളി തട്ടി പറയണേ, ഗുഡ് ഗേൾ, നിൻ്റെ ധൈര്യം എനിക്കിഷ്ടപ്പെട്ടു. അങ്ങനെ അവരോട് സംസാരിച്ചിരിക്കുമായിരിക്കും. ഈ സമയത്ത് ശാലിനിയും ആ ഒരു സ്ഥലത്തെത്തുവാണ്. അങ്ങനെ കാറിൽ നിന്ന് ഇറങ്ങി ശാലിനി അകത്തേക്ക് ചെല്ലുന്നുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ശാലിനിയെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വരുന്നത്. അപ്പോൾ ഈ റിവ്യൂ ഇഷ്ടമായാൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതേപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്